ഹായ് നമസ്കാരം. ഹോട്ടഫൈ ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ചിക്കൻ കറി വെക്കാൻ വേണ്ടി സ്ഥലം ചിക്കൻ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എല്ലില്ലാതെ ഒരു ശകലം ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ചൊരു ചിക്കൻ കട്ട്ലേറ്റ്, ഒരു 5-6 കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു ചിക്കൻ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഒരു 2 മീഡിയം സൈസ് കിഴങ്ങ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അതിനാവശ്യമുള്ള സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വഴറ്റിയെടുക്കാം. ഒരു സവോള എടുത്താൽ മതി, നമ്മൾ ഒത്തിരി ഉണ്ടാക്കുന്നില്ല, ഒരു 5-6 കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു സവോള ഒരു ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിനുവേണ്ടി ഒരു പച്ചമുളക് നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതുപോലെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞതിൻ്റെ കൂടെ വെക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് തീ കത്തിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അന്നേരത്തേക്ക് ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ചിക്കനൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെച്ച് പാൻ്റകത്തൊരു ശകല ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോള ഏകദേശം വഴന്നിട്ടുണ്ട്. നമുക്കിനി ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾ പൊടി, നമുക്കൊരു ശകലം ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്കൊരു ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഉപ്പിട്ട് വേവിച്ചാണ്, എന്നാലും നമുക്ക് ഒരു ശകലം ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചിക്കനോട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സവോള എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കിഴങ്ങുമായിട്ടൊന്ന് ഉടച്ചെടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് ഉടയ്ക്കാം, നമ്മൾ കൈ കൊണ്ടങ്ങ് ഉടയ്ക്കുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമുക്കിത് കിഴങ്ങുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട്ലേറ്റ് പിടിച്ചു തുടങ്ങാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം, 2 ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്യാം. നമ്മൾ മസാല ഉണ്ടാക്കിയ പാൻ്റകത്ത് തന്നെയാണ് കട്ട്ലേറ്റ് വറുത്തെടുക്കുന്നു. നമുക്ക് കട്ട്ലേറ്റ് വറുത്തെടുക്കാൻ വേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ട് നമുക്കിനി ഓരോ കട്ട്ലേറ്റായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്താണ്ട് ഒത്തിരി നേരം കിടന്ന് ഫ്രൈ ആകേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കളർ മാറുന്ന പരുവത്തിൽ നമുക്ക് കോരിയെടുക്കാം. നമ്മളെ ആ മാവ് കറക്റ്റ് ടൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് പൊടിഞ്ഞു പോകാതെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇച്ചിരി ലൂസോ എല്ലാം ആണെങ്കിൽ നമുക്ക് പൊടിഞ്ഞു പോകും. അഥവാ നമ്മൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ലൂസോ ആയിട്ട് തോന്നുവാണെങ്കിൽ ഇച്ചിരി ബ്രെഡ് ക്രംസും അതിൻ്റെ അതിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കറക്റ്റ് ആ പരുവത്തിൽ തന്നെ കുഴച്ചെടുത്തുകൊണ്ടാണ് നമുക്കൊരു പൊട്ടലും ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയത്.
അപ്പോൾ ലൂസാകാതെ നോക്കണം. നമ്മൾ ചിക്കനൊക്കെ ഇടും വെള്ളം ഒന്നും ഇല്ലാതെ വേണം. നമ്മുടെ കിഴങ്ങാണേലും നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അല്ല നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ആ വെള്ളത്തോട് കൂടി എടുത്ത് നമ്മൾ കുഴയ്ക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അത് ലൂസായിപ്പോയി നമുക്ക് കറക്റ്റായിട്ട് കട്ട്ലേറ്റ് പിടിക്കാൻ പറ്റത്തില്ല. മൂത്തിട്ടുണ്ട്, നമുക്ക് ഒരു മാറ്റാം. പൊടിയും തൊട്ടി കളഞ്ഞിട്ട് വേണം, അല്ലേ നമ്മുടെ എണ്ണയ്ക്കകത്ത് മുഴുവൻ ക്രംസ് ആവും. നമുക്ക് നമ്മുടെ അടുത്ത ബാക്കിയുള്ള പൊടികൾ നമ്മൾ കടയിലൊന്നും ഇത്രയും വലുപ്പത്തിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മളിപ്പം വീട്ടിലുണ്ടാക്കിയോണ്ട് ഇച്ചിരി മുഴുത്തായിട്ടങ്ങ് ഉണ്ടാക്കിയതാ. നമ്മുടെ അടിപൊളി ചിക്കൻ കട്ട്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കാം. ഭാഗമൊക്കെ നല്ലപോലെ വെന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നമ്മളെ കുരുമുളകൊക്കെ ഇട്ടുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒക്കെ നല്ലപോലെ മുന്നിൽ ഇപ്പോൾ നമ്മൾ മുളക് പൊടിക്കാലും കൂടുതൽ കുരുമുളകായിട്ട്, അപ്പോൾ കുരുമുളകിൻ്റെ ആ ടേസ്റ്റ് ഇപ്പോൾ നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല സൂപ്പറാണ്. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ബ്രഷ് പീസൊക്കെ ഒന്ന് എടുത്ത് ഇതുപോലെ കട്ട്ലേറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.